ഹായ് എവ്രി വൺ, വെൽക്കം ടു മാക്സിയോൺ. HSSC എക്സാം സീരീസിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പോളജി, നമ്പർ തിയറി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ HSSC മാത്തമാറ്റിക്സിൻ്റെ മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് മാർച്ച് 25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാൻ നമ്മൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദി കോമൺ സൊല്യൂഷൻ വിച്ച് ഇസ് യുണീക്ക് മോഡ് 30 for the simultaneous congruence x is congruent to 1 mod 2, x is congruent to 2 mod 3 and x is congruent to 3 mod 5. സോ 3 കോൺഗ്രുവൻസുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 ഉണ്ട്, ദെൻ എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3 ഉണ്ട്, ആൻഡ് എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 5 ഉണ്ട് അല്ലേ. സോ ഈ 3 കോൺഗ്രുവൻസും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ ചൈനീസ് റിമൈൻഡർ തിയറം നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ഫോർ മോഡുലോ 30, കാരണം 2, 3, 5 കോപ്രൈം ആണ്. സോ നമുക്ക് എന്ത് വരും? മോഡ് 30 നമ്മൾക്ക് എന്ത് വരും? അവിടെ ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര സൊല്യൂഷൻ എന്നല്ല, അത് കോമൺ സൊല്യൂഷൻ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ കോമൺ സൊല്യൂഷൻ, അതായത് ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഏതാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ചാൽ മതിയാവും അല്ലേ. സോ ഒന്നാമത്തെ ഈ റിലേഷൻ നോക്കുക, എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 ആണ് അല്ലേ. സോ ഒരു വാല്യൂ വിത്ത് റെസ്പെക്ട് ടു 2 അല്ലേ, വിത്ത് റെസ്പെക്ട് ടു 2 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റിമൈൻഡർ 1 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എക്സ് ഇസ് ഗോയിങ് ടു ബി എന്തായിരിക്കും? എക്സ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ എ നമ്മൾക്ക് ഫോൾസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു ആക്ച്വലി എന്താ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റിമൈൻഡർ കിട്ടുന്നത് 0 ആണ് അല്ലേ. 6 ഈസ് ആക്ച്വലി കോൺഗ്രുവൻറ്റ് ടു 0 mod 2 ആണ്. അതുകൊണ്ട് നമ്മൾക്ക് ഓപ്ഷൻ എ നമ്മൾക്ക് ഫോൾസ് ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. എക്സ് ഇസ് ഈക്വൽ ടു 7 കൊടുക്കാം. 7 കൊടുക്കുന്ന സമയത്ത് 7 ഈസ് ആക്ച്വലി കോൺഗ്രുവൻറ്റ് ടു എന്താണ്? വിത്ത് റെസ്പെക്ട് ടു 2 ചെയ്യുമ്പോൾ നമുക്ക് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 ആണ്. കാരണം 7നെ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആയിരിക്കും അല്ലേ. സോ ഇത് നമ്മൾക്ക് ട്രൂ ആണ്. പക്ഷെ നെക്സ്റ്റ് കണ്ടീഷൻ, 3 കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. സോ 7 ഈസ് വിത്ത് മോഡുലോ 3 എടുക്കുക. മോഡുലോ 3 എടുക്കുന്ന സമയത്ത് 7ന്റെ തൊട്ടടുത്ത 3യുടെ മൾട്ടിപ്പിൾ 6 അല്ലേ. സോ റിമൈൻഡർ എത്രയാണ് കിട്ടുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക അല്ലേ. സോ 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആണ്. സോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? 2 mod 3 എന്ന് പറയണമായിരുന്നു. സോ നമ്മൾക്ക് ഓപ്ഷൻ ബിയും ഫോൾസ് ആയി. ഇനി സി ആണുള്ളത് അല്ലേ. സി നോക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 23. അപ്പോൾ 23 വിത്ത് റെസ്പെക്ട് ടു മോഡ് 2 എടുക്കണം. മോഡ് 2 എടുക്കുമ്പോൾ 22, ദാറ്റ് ഇസ് റിമൈൻഡർ എത്രയാണ്? 1 ആണ്. സോ 23 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 എന്ന് നമ്മൾക്ക് പറയാം അല്ലേ. നെക്സ്റ്റ് 23 ഉണ്ട് വിത്ത് മോഡ് 3 ആണ്. മോഡ് 3 എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് 21 ആണ്. സോ അല്ലേ, 21 ആകുമ്പോൾ റിമൈൻഡർ നമുക്ക് 2 കിട്ടും. സോ ദിസ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3 ആണ്. 23 ഈസ് കോൺഗ്രുവൻറ്റ് വിത്ത് റെസ്പെക്ട് 5 എടുക്കണം. സോ 5 എടുക്കുമ്പോൾ 20 ആണ്. സോ റിമൈൻഡർ എത്ര വരും? 3 അല്ലേ. സോ ദാറ്റ് ഈസ് 3 mod 5 ആണ് അല്ലേ. 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ നമ്മൾക്ക് 3 ആണ് കിട്ടുക. സോ 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരിക. ഈ ഡി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 25 ആണ്. 25 ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ്? 25 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 2 ആണ് അല്ലേ. മോഡ് 2ൽ അത് ഈ ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ 1 mod 2 എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി 25 വിത്ത് റെസ്പെക്ട് ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് റിമൈൻഡർ എത്ര കിട്ടുക? നിയറസ്റ്റ് 3യുടെ മൾട്ടിപ്പിൾ 24 ആണ്. സോ നമ്മൾക്ക് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആയിരിക്കും. സോ ദിസ് ഇസ് ഇതിൽ നമ്മൾക്ക് എന്തല്ല? 2 മോഡിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 2 mod 3 ആവണമായിരുന്നു, നമ്മൾക്ക് ആവുന്നില്ല അല്ലേ. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് വിൽ ബി 23 ഇസ് ദി യുണീക്ക് സൊല്യൂഷൻ, യുണീക്ക് മോഡ് 30 എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നമ്പർ തിയറി ആണ്. ഇഫ് 5 of 3n is equal to 5 of 4n which is equal to 5 of 6n ആണ്. ഫോർ സം n
അങ്ങനെയാണെങ്കിൽ ദ പോസിറ്റീവ് ഇൻഡിജർ n ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫൈവ് ഓഫ് 3n ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് 4n ആവുന്ന, അതുപോലെ വിച്ച് ഇസ് ഈക്വലൻ ടു ഫൈവ് ഓഫ് 6n ആവുന്ന എന്നിന്റെ നമ്പറാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഒരിക്കലും നമ്മൾക്ക് ഈ ഫൈവ് ഓഫ് 3n ഫൈവ് ഓഫ് 3 ഇൻറ്റു ഫൈവ് ഓഫ് n എന്ന് എഴുതാൻ പറ്റില്ല, ബിക്കോസ് n നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ആവാം അല്ലേ. സോ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആക്കിയിട്ട് മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഫൈവ് ഓഫ് P1 ഇൻറ്റു ഫൈവ് ഓഫ് P2 അല്ലെങ്കിൽ P1 പവർ ഇൻറ്റു P2 പവർ എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഇൻ ജനറൽ നമ്മൾക്ക് സപ്പോസ് ഫൈവ് ഓഫ് n ഇസ് ഈക്വൽ ടു സം P1 പവർ n1 ഇൻറ്റു P2 പവർ n2 ആണ് എങ്കിൽ നമുക്ക് ഫൈവ് ഓഫ് n നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഫൈവ് ഓഫ് P1 പവർ n1 ഇൻറ്റു ഫൈവ് ഓഫ് P2 പവർ n2 അല്ലേ. P1 പവർ n1ന്റെ 5 വാല്യൂ വിൽ ബി P1 പവർ n1 മൈനസ് P1 പവർ n1 മൈനസ് 1 അല്ലേ. അതേപോലെ P2ൻ്റെ നമ്മൾക്ക് n2 മൈനസ് P2 പവർ n2 മൈനസ് 1 എന്നൊക്കെ വരുന്നുണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് ദി 5 വാല്യൂ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷെ ഇവിടെ നമ്മൾക്ക് എന്നിന്റെ വാല്യൂ നമ്മൾക്ക് അറിയില്ല അല്ലേ. സോ ഫസ്റ്റ് ഇനീക്വാലിറ്റി നമ്മൾക്ക് നോക്കുന്നത് ഞാൻ എടുത്തു. സപ്പോസ് ദിസ് 5 ഓഫ് 3n എന്ന് പറയുന്നത് ഈസ് ഈക്വലന്റ് ടു 5 ഓഫ് 6n ആവുക അല്ലേ. സോ ദിസ് ഈക്വലന്റ് ആവുക എന്ന് പറയുമ്പോൾ സപ്പോസ് n എന്ന് പറയുന്നത് 2നെ ഡിവൈഡ് ചെയ്യുന്നില്ലാത്ത ഒരു 2 ഡസൻ ഡിവൈഡ് n ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് n എന്താണ്? ഓഡ് വാല്യൂ ആണ്. n ഓഡ് വാല്യൂ ആണ് എങ്കിൽ 5 ഓഫ് 6n എനിക്ക് എങ്ങനെ എഴുതാം? 3 ഒരു ഓഡ് വാല്യൂ ആവുമ്പോൾ 5 ഓഫ് 6n എനിക്ക് 5 ഓഫ് 2 ഇൻറ്റു 5 ഓഫ് 3n എന്ന് എഴുതാം. 3നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് മേ ബി അവിടെ n ഒരു ഓഡ് വാല്യൂ നമ്മൾക്ക് പോസിബിൾ ആണ് അല്ലേ. സോ 5 ഓഫ് 2 ഈസ് 1 അല്ലേ. സോ അപ്പൊ ഈ കണ്ടീഷനിൽ എനിക്ക് എന്ത് വരുന്നുണ്ട്? ഇത് ഈക്വലന്റ് ആവുന്നുണ്ട്. സോ നമ്മൾക്കൊരു ഈവൻ നമ്പർ ആവാനുള്ള പോസിബിലിറ്റി അവിടെ കുറവാണ് അല്ലേ. സോ നമ്മൾക്ക് ഓപ്ഷൻസ് ഓരോന്ന് നമ്പർ n വാല്യൂ തന്നിട്ടുണ്ട്. ഐദർ നമുക്ക് ഈ ഒരു അപ്രോച്ചിൽ നമ്മൾക്ക് പോയി ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾക്ക് ആൻസർ കണ്ടുപിടിക്കാം, ഓർ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി n വാല്യൂസ് കൊടുക്കാം. ഫസ്റ്റിൽ n ഈസ് ഈക്വൽ ടു 2 ആണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു n ഓഡ് ആവില്ല, n ഈവൻ ആവില്ല എന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ n ഈക്വൽ ടു 2 കൂടെ കാര്യം കൂടെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ n ഈക്വൽ ടു 2 ആകുമ്പോൾ 5 ഓഫ് 3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 5 ഓഫ് 3 2 6, 5 ഓഫ് 6 ആണ് വരിക. 5 ഓഫ് 6നെ എനിക്ക് ഇങ്ങനെ എഴുതാം? 5 ഓഫ് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ 5 ഓഫ് പ്രൈം അല്ലെ, പ്രൈമിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് 5 ഓഫ് 2 ഇൻറ്റു 5 ഓഫ് 3 എന്നായിരിക്കും അത് വരുന്നത്. 5 ഓഫ് 2 എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ? P. 5 of a prime number അല്ലെ. 5 of P will be equal to P minus 1. So 5 of 2 1 വരും, അതുപോലെ 5 of 3 എന്ന് പറയുന്നത് 2 വരും. സോ നമ്മൾക്ക് 5 of 6 2 എന്നാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലെ. നെക്സ്റ്റ് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 of 4n കണ്ടുപിടിക്കണം. അതായത് 4n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ ടു 2 ആണ്. സോ ദാറ്റ് ഇസ് 5 of 8 ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 of 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 of 2 ക്യൂബ് അല്ലെ. സോ 5 ഓഫ് 2 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 8 മൈനസ് 4. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ നമ്മൾക്ക് എന്തല്ല, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടി? എനിക്ക് 5 ഓഫ് 6 കിട്ടിയിരിക്കുന്നത് 2 ആണ്. 5 ഓഫ് 3 കിട്ടിയിരിക്കുന്നത് അല്ലെ 5 ഓഫ് 4n അല്ലെങ്കിൽ 5 ഓഫ് 8 കിട്ടിയിരിക്കുന്നത് എനിക്ക് എന്താണ്? 4 ആണ്. സോ ബാക്കി അടുത്ത 6n കണ്ടുപിടിക്കണം എന്നില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല അല്ലേ. സോ നമ്മൾക്ക് ഓപ്ഷൻ എ ഫോൾസ് ആണ്. ഇനി ബിയിലോട്ട് വരാം. n is equal to 3 കൊടുത്തു നോക്കുക. 3 കൊടുക്കുന്ന സമയത്ത് 5 ഓഫ് 3 3s are 9. അപ്പൊ 5 ഓഫ് 9 ആണ്. 5 ഓഫ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓഫ് 3 സ്ക്വയർ. 3 സ്ക്വയറിൻ്റെത് വിൽ ബി 3 സ്ക്വയർ മൈനസ് 3, ദാറ്റ് ഇസ് 9 മൈനസ് 3 6 വരും. നെക്സ്റ്റ് 5 ഓഫ് 4n കണ്ടുപിടിക്കണം അല്ലേ. സോ ദാറ്റ് ഇസ് 4 3s are 12. So 5 of 4n is 5 of 12. 5 of 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 of 2 സ്ക്വയർ ഇൻറ്റു 5 of 3 അല്ലെ. 2 സ്ക്വയർ ഇൻറ്റു 3 എന്നാണ് 12നെ എഴുതാൻ പറ്റുക. സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 5 of 2 സ്ക്വയർ ഇൻറ്റു 5 of 3 എന്ന് എഴുതാം. 5 of 2 സ്ക്വയർ is 2 സ്ക്വയർ മൈനസ് 2 ആണ്. ആൻഡ് 5 of 3 is 2 അല്ലെ. സോ 2 സ്ക്വയർ is 2 സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4. ഇവിടെ 6ഉം ഇവിടെ 4ഉം ആണ്. എഗെയിൻ നമ്മൾക്ക് എന്തല്ല? ഈക്വലന്റ് അല്ല. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ ഫോൾസ്. ഇനി സിയിലേക്ക് വരാം. n is equal to 4 ആണ്. ഓക്കെ,
ഈവൻ ആവാൻ സാധ്യതയില്ല, ബട്ട് സ്റ്റിൽ നമ്മൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ 5 ഓഫ് n is equal to 4 ആണ്. സോ 4 3s are 12. 5 of 12 നമ്മൾ കണ്ടുവച്ചു, ദാറ്റ് ഇസ് 4 അല്ലെ. നെക്സ്റ്റ് 5 ഓഫ് 4n എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. സോ 5 ഓഫ് 16 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഓഫ് 2 raised to 4 എന്ന് എഴുതാം. സോ 5 ഓഫ് 2 raised to 4 will be 2 raised to 4 minus 2 cube. 2 raised to 4 is 16 അല്ലെ. 16 minus 8 വരും അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 16 minus 8 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എത്ര വരും? 8 ആണ് വരിക അല്ലെ. സോ നമ്മൾക്ക് ദിസ് ഓൾസോ ഇത് രണ്ടും ഈക്വലന്റ് അല്ല. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ ഫാൾസ് അല്ലെ. സോ അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? സിയും ഫാൾസ് ആണ്. സോ ഓൺലി ആൻസർ വിൽ ബി 5. ഇനി ഡി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കൂടെ നോക്കാം. n is equal to 5 കൊടുക്കുക. എന്റെ 5 കൊടുക്കുന്ന സമയത്ത് 5 of 3n 3 5s are 15. സോ 5 of 15 നമ്മൾക്ക് 5 of 3 into 5 of 5 എന്ന് എഴുതാം അല്ലെ. സോ 5 of 3 into 5 of 5 എന്ന് പറയുമ്പോൾ 5 of 3 is 2, 5 of രണ്ടും പ്രൈം ആണ്. സോ n-1 അല്ലെ. 5 minus 1 4 വരും. സോ 4 2s are 8. നെക്സ്റ്റ് ഇസ് 5 of 4n ആണ്. സോ 5 of 4n എന്ന് പറയുമ്പോൾ 4 5s are 20. സോ 5 of 20 ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. 20നെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 into 5. 4ന് നമുക്ക് 2 സ്ക്വയർ ആണ് അല്ലെ. സോ 2 സ്ക്വയർ into 5 of 5 എന്ന് എഴുതാം. 5 of 2 സ്ക്വയർ അല്ലെങ്കിൽ 5 of 4 ആണ് നമ്മൾക്ക് വേണ്ടത് അല്ലെ. 4 വിൽ ബി 5 of 4 ഓൾറെഡി നമ്മൾ എവിടെയോ കണ്ടുവച്ചു. 5 of 2 സ്ക്വയർ. ഓക്കെ, 5 of 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 2 സ്ക്വയർ മൈനസ് 2 അല്ലെ. 5 of 5 is a prime number. സോ p minus 1 വരും. സോ 4. സോ 2 സ്ക്വയർ മൈനസ് 4 minus 2 2 ആണ്. സോ നമ്മൾക്ക് എന്ത് വന്നു? 4 into 2 8. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 of 6n കണ്ടുപിടിക്കണം. സോ 5 of 6n will be equal to 6 5s are 30. 5 of 30 ആണ്. സോ 5 of 30നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 30 is 2 into 3 into 5. സോ 5 of 2 into 5 of 3 into 5 of 5 എന്ന് എഴുതാം. സോ 5 of 2 is 1, 5 of 3 is 2, 5 of 5 is 4. So this is also again equal to 8. So option D ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ആൻസർ ഓപ്ഷൻ ഡി എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഞാൻ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നമ്മൾക്ക് ബെറ്റർ ഇത്രയും ടൈം എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകാവുന്നതേ ഉണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് എന്താണ് ഈ ഒരു കണ്ടീഷൻ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഈവൻ നമ്പേഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷൻസ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരുള്ളൂ അല്ലേ. ആ 2 ഓപ്ഷൻസിൽ നമ്മൾക്ക് 3 ഒന്ന് നമ്പർ ഇട്ട് വെക്കുക, 5 നമ്പർ ഇട്ട് വെക്കുക അല്ലേ. സോ അങ്ങനെയും നമ്മൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, next question, let x is equal to r with the usual topology and y is equal to r with the discrete topology ആണ്. ഓക്കെ, അങ്ങനെ ഒന്നാമത് ഇപ്പൊ x എന്ന് പറയുന്നത് r with usual, y എന്ന് പറയുന്നത് discrete topology. Then which of the following is a continuous function from x to y എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ എഫ് എന്ന് പറയുന്നത് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത് എക്സിൽ നിന്നും വൈയിലേക്ക്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്? ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി. ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? നമ്മുടെ യൂഷ്വൽ മെട്രിക് അല്ലെ, അതായത് മോഡ് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വൽ റിയൽ അനാലിസിസിനകത്തുള്ള ഓപ്പൺ സെറ്റുകളുടെ ഫോമിൽ തന്നെയാണ് നമ്മൾക്ക് യൂഷ്വൽ ടോപ്പോളജി ഉണ്ടാവുക അല്ലെ. ആൻഡ് അപ്പൊ ഇവിടെയുള്ള ഓപ്പൺ സെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ഓപ്പൺ ഇന്റർവെൽസ് ആയിരിക്കും അല്ലെ. ടോപ്പോളജിക്ക് അകത്ത് ബിലോങ് ചെയ്യുന്ന എലമെന്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. എക്സ് യു എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പോളജി, യൂഷ്വൽ ടോപ്പോളജി യു എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ യു എന്ന് പറയുന്നത് ഏതൊരു ടോപ്പോളജി, എക്സ് ടോ എന്ന് പറയുന്ന ഏതൊരു ടോപ്പോളജി ആണ് എങ്കിലും ടോപ്പോളജിക്ക് അകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾക്ക് എന്ത് പറയാം? ദേ ആർ ഓപ്പൺ സെറ്റ്സ്. സോ ഇവിടെയുള്ള ഓപ്പൺ സെറ്റുകൾ വിൽ ബി ഓപ്പൺ ഇന്റർവെൽസ്. ഇനി y എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ വിത്ത് ഡിസ്ക്രീറ്റ് മെട്രിക് ആണ്
ഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ്. ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ദി ഡിസ്ക്രീറ്റ് മെട്രിക്കിനെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 and 0 അല്ലെ. എക്സ് നോട്ട് ഈക്വൽ ടു വൈയും എക്സ് വൈയും ആവുന്ന സമയത്ത് 1ഉം വൈയും ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഇൻഡ്യൂസ്. ഈ ഡിസ്ക്രീറ്റ് മെട്രിക് ആ മെട്രിക് ഇൻഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഈസ് ആക്ച്വലി ഈക്വലന്റ് ടു എന്താണ്? ആൻഡ് ടോപ്പോളജിക്കൽ സ്പേസിനകത്ത് ആക്ച്വലി ഒരു സെറ്റ് ടുഗെദർ വിത്ത് സം സബ്സെറ്റ് അല്ലെ, പവർ സെറ്റ്, അതിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മൾ ആക്ച്വലി ടോപ്പോളജിക്കൽ സ്പേസിൽ ഉണ്ടാവുക അല്ലെ. സോ ഈ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഈസ് ആക്ച്വലി നമ്മൾക്ക് എന്തായിരിക്കും, ആ എൻറ്റയർ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ എൻറ്റയർ പവർ സെറ്റ് എക്സുകൾ അല്ലെ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എക്സ് ആണ്. ഈ പവർ സെറ്റ് ഓഫ് എക്സുകൾ അകത്തുള്ള എലമെന്റ്സിന്റെ സം കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ആ സെറ്റ് എക്സിനകത്തുള്ള ടോപ്പോളജി വിത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? എക്സും ഫൈയും ആ ടോപ്പോളജിക്ക് അകത്ത് ബിലോങ് ചെയ്യണം, അതുപോലെ ആർബിട്രറി യൂണിയൻ ബിലോങ് ചെയ്യണം, ആൻഡ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ അല്ലെ. സോ ആർബിട്രറി യൂണിയനും അതുപോലെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി അതായത് എലമെന്റ്സ് ഷുഡ് ബി ബിലോങ്ങിങ് ടു ദ സെയിം സെറ്റ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. ആ ടോപ്പോളജിക്ക് അകത്തുള്ള എലമെന്റ്സുകളെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഒരു എലമെന്റ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ, അതായത് അതിന്റെ കോംപ്ലിമെന്റ് ടോപ്പോളജിയിലകത്ത് ബിലോങ് ചെയ്യണം എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ ഓഫ് എ ടോപ്പോളജി. അപ്പൊ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് ഉണ്ടാവണമെങ്കിൽ ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. സോ അവിടെ എന്തായിരിക്കണം? ഫോർ എവറി ഓപ്പൺ സെറ്റ് ഞാൻ യു എടുക്കുകയാണ്, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൈ. വൈക്കകത്തുള്ള ഏതൊരു ഓപ്പൺ സെറ്റ് യു വൈ ബിലോങ്സ് ടു വൈ ആണ് എങ്കിൽ ഇംപ്ലൈസ് നമുക്ക് എന്തുണ്ടായിരിക്കണം? എഫ് ഇൻവേഴ്സ് ഓഫ് യു എവിടെ ഓപ്പൺ ആയിരിക്കണം? ഷുഡ് ബി ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും, എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ്, വൈ എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ്, ഇവിടുന്ന് എക്സിൽ നിന്നും വൈയിലേക്കുള്ളതാണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആവണമെങ്കിൽ വൈയിൽ ഞാൻ എന്തെടുത്തു? ഒരു ഓപ്പൺ സെറ്റ് എടുത്തു യു. അപ്പൊ അതിന് നമ്മൾക്ക് എന്തുണ്ടാവും? ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് യു എവിടെ ഉണ്ടാവും? എക്സിനകത്തായിരിക്കും. ഈ എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഓപ്പൺ സെറ്റ് ആണ് എങ്കിൽ, എക്സിൽ ഒരു ഓപ്പൺ സെറ്റ് ആണ് എങ്കിൽ നമുക്ക് ഈ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി? ഇപ്പൊ ഞാൻ നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസ് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞില്ല. എക്സ് വിത്ത് എൻറ്റയർ പി ഓഫ് എക്സ് ആയിരിക്കും നമ്മൾക്ക് ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെങ്കിൽ എക്സിന്റെ ഏതൊക്കെ സബ്സെറ്റുകൾ നമ്മൾ എടുത്തോ ആ സബ്സെറ്റുകളുടെ എല്ലാ കളക്ഷനെയും നമ്മൾക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ടോപ്പോളജി. ആൻഡ് ഇൻ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഓപ്പൺ സെറ്റുകൾ സിംഗിൾട്ടൺ സെറ്റ് എ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. കാരണം എക്സ് എയിനോട് തന്നെ കണക്റ്റഡ് ആണ് അല്ലെ. സോ നമ്മൾക്ക് എന്ത് പറയാം? ദാറ്റ് ബിലോങ്സ് ടു ഈ സിംഗിൾട്ടൺ എലമെന്റ്. കാരണം എക്സ് സിംഗിൾട്ടൺ എ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? പി ഓഫ് എക്സിനകത്ത് ബിലോങ് ചെയ്യും അല്ലെ. ബിലോങ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓപ്പൺ ആണ്. പക്ഷെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ്? ഇന്റർവെൽസേ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്ക് വരാം. ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് അല്ലെ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആവുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പൊ എക്സിന്റെ ഇമേജുകളൊക്കെ നമ്മൾക്ക് എക്സ് തന്നെയാണ് അല്ലെ. സോ ഞാൻ എടുക്കുന്നത് എഫ് വൺ, അതായത് നമ്മുടെ വൈക്ക് അകത്ത് ആരുണ്ട്? വൈ എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണ്. ഇവിടെ നമ്മൾക്ക് 1ഉം 0യും ബിലോങ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രീറ്റ് മെട്രിക് ആണ്. സോ 1ഉം 0യും പ്രീ ഇമേജസ് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലെ. സോ ഞാൻ എടുക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 0 എടുത്തു. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾ അല്ലെ. 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ് എങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും
ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും 1 തന്നെയായിരിക്കും. സെയിം വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പക്ഷെ 0 എന്ന് പറയുന്നത് ഇവിടെ സിംഗിൾട്ടൺ സെറ്റ് ഏത് എക്സ് വിത്ത് യൂഷ്വൽ ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കകത്ത് സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറയുന്നത് നമ്മൾക്ക് ഓപ്പൺ സെറ്റ് ആണ്. പക്ഷെ അതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ 0 ആണ്. പക്ഷെ ദിസ് ഈസ് നോട്ട് ഓപ്പൺ. ഇത് എവിടെ ഓപ്പൺ അല്ല? ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിക്കകത്ത് സിംഗിൾട്ടൺ എലിമെന്റുകൾ ഓപ്പൺ അല്ല. സോ ഒരു ഇൻവേഴ്സ് എലിമെന്റിൽ നമ്മൾക്ക് ഒരു ഓപ്പൺ സെറ്റിന്റെ ഇൻവേഴ്സ് എടുത്തപ്പോൾ അത് ഓപ്പൺ അല്ല എന്ന് നമ്മൾക്ക് കിട്ടി. സോ ഓപ്ഷൻ എ നമ്മൾക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവില്ല. ഓക്കെ, റിയൽ അനാലിസിസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് നമ്മൾക്ക് വരുന്ന സമയത്ത് ടോപ്പോളജിക്കൽ സ്പേസിൽ ടോപ്പോളജി മാറി. സോ നമ്മൾക്കത് കണ്ടിന്യൂസ് ആവില്ല. ഇനി ഇവിടെ ഓപ്ഷൻ ബിയിൽ വരിക എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ഫോർ എവരി എക്സ് അല്ലെ. ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഫംഗ്ഷൻ എന്താണ് 0 ആണ്. സോ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? എൻറ്റയർ റിയൽ നമ്പറുകൾ അങ്ങോട്ടേക്കാണ് 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലെ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് അല്ലെ. ആൻഡ് സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറയുന്നത് എവിടെ ഓപ്പൺ ആണ്? ഓപ്പൺ ഇൻ y ആണ്. ആൻഡ് ആർ ഇസ് ഓപ്പൺ ഇൻ എവിടെയായിരിക്കും? ഇൻ ആറിൽ എക്സിനകത്ത് 6 ഓപ്പണും ആണ്. കാരണം യൂഷ്വൽ മെട്രിക് ആണ്, യൂഷ്വൽ ടോപ്പോളജി ആണ്. യൂഷ്വൽ ടോപ്പോളജിയിൽ ടോപ്പോളജി ആവണമെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി എക്സും ഫൈയും ബിലോങ് ചെയ്യണം അല്ലെ. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 6 ആണ്. അപ്പൊ എക്സ് ഡെഫിനറ്റ്ലി എന്തിലുണ്ടാവും? ഈ ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യും. ആൻഡ് ഇൻ എ ടോപ്പോളജി നമ്മൾക്ക് എം ടി സെറ്റും ആ സെറ്റും എപ്പോഴും നമുക്ക് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ് എന്നും കൂടെ നമ്മൾക്ക് പറയാം. അതുകൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കും. സോ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്. അതിന്റെ പ്രീ ഇമേജ് നമ്മൾക്ക് എന്ത് കിട്ടി? ഓപ്പൺ സെറ്റ് കിട്ടി അല്ലെ. സോ നമ്മൾക്ക് എന്ത് പറയാം? ഇവിടെ ഒരു ഇത് ഓപ്ഷൻ ബിയിൽ നമ്മൾക്ക് ഓപ്പൺ സെറ്റും ഇവിടെ ഓപ്പൺ സെറ്റും കിട്ടുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾക്ക് എന്തായിരിക്കും? അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ആണ് അല്ലെ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ആകുമ്പോൾ എഗെയിൻ ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് സിംഗിൾട്ടൺ സെറ്റ് 1 എടുത്തു. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റുകളാണേ. ഓക്കെ, എഫ് ഓഫ് സിംഗിൾട്ടൺ 0. ഓക്കെ, സോ സിംഗിൾട്ടൺ സെറ്റ് 1 എന്ന് പറയുമ്പോൾ 1ന്റെ പ്രീ ഇമേജ്, 1ന്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന എക്സുകൾ. അപ്പൊ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? സിംഗിൾട്ടൺ സെറ്റ് 0. പക്ഷെ ഇത് നമ്മൾക്ക് എവിടെ ഓപ്പൺ ആണ്? ഇവിടെ വൈയിൽ ഓപ്പൺ ആണ്. പക്ഷെ സിംഗിൾട്ടൺ സെറ്റിൻ യൂഷ്വൽ ടോപ്പോളജി ഈസ് നോട്ട് ഓപ്പൺ അല്ലെ. സോ ദിസ് ഇസ് നോട്ട് ഓപ്പൺ. അപ്പൊ ഇവിടെ പ്രീ ഇമേജ് നമ്മൾക്ക് ഓപ്പൺ കിട്ടുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് ഓപ്പൺ. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് എലമെന്റ് 2 എടുത്തു. ഓക്കെ, സോ എഫ് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലെ. ദാറ്റ് ഇസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 വരും. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് വരിക വാല്യൂസ് ഏതൊക്കെയാ? 1ഉം -1ഉം അല്ലെ. അപ്പം 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളാണ്. പക്ഷെ ഇത് ഓപ്പൺ ആവുമോ? ഇല്ല. 6 ഓപ്പൺ സെറ്റുകൾ ഓപ്പൺ ഇന്റർവെല്ലുകളാണ്. സോ ദിസ് ഈസ് എഗെയിൻ നോട്ട് ഓപ്പൺ അല്ലെ. 6നകത്ത് ഇതെന്തല്ല? 6 വിത്ത് യൂഷ്വൽ ടോപ്പോളജിക്കകത്ത് എന്തല്ല? ഓപ്പൺ അല്ല. സോ നമ്മൾക്ക് എഗെയിൻ നമ്മൾക്ക് ഓപ്ഷൻ ഡിയും എന്തില്ല? അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. സോ ഏതൊരു ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്നും നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അവിടെ എന്തായിരിക്കും? എവറി ഓപ്പൺ സെറ്റ് ഇൻ വൈ ഷുഡ് ഹാവ് എ പ്രീ ഇമേജ് വിച്ച് ഇസ് ഓപ്പൺ ഇൻ എന്തായിരിക്കും? എക്സിനകത്ത് ഓപ്പൺ ആയിരിക്കും അല്ലെ. സോ നമ്മുടെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Next question, let x is equal to r, y be the real line, then f from x to y be defined by f of x is equal to 1 if x belongs to q and equal to 0 otherwise. ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. Then tau be the weak topology on x generated by f ആണ്. Then which of the following is an open set in x? അപ്പോൾ
തന്നിരിക്കുന്നത് എന്താണ്? ടോ എന്ന് പറയുന്നത് ഒരു വീക്ക് ടോപ്പോളജി ആണെന്ന് തന്നിട്ടുണ്ട്, ജനറേറ്റഡ് ബൈ എഫ്. ദെൻ ഏതാണ് ഓപ്പൺ സെറ്റ് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു ടോപ്പോളജി നമ്മൾക്ക് അതൊരു വീക്ക് ടോപ്പോളജി ആണ് എങ്കിൽ നമുക്ക് അവിടുന്ന് മീൻ ചെയ്യുന്നത് എന്താ? ഒരു ടോപ്പോളജി ഈസ് വീക്ക് ടോപ്പോളജി ആൻഡ് വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ എഫ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ജനറേറ്റഡ് ബൈ എഫ് ഈസ് ദി സ്മോളസ്റ്റ് topology on X that makes the function continuous. Okay, so അപ്പോൾ വീക്ക് ടോപ്പോളജി ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് എന്തായിരിക്കും? ഇവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾക്ക് പറയാം. അതിനെയാണ് നമ്മൾ വീക്ക് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. അതായത് എക്സിനെ എഫിനെ സ്മോളസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് വിച്ച് മേക്സ് എഫ് എ കണ്ടിന്യൂസ്. അപ്പോ എഫ് കണ്ടിന്യൂസ് ആണ്. സോ എഫ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ എഫ് ഇസ് ഫ്രം എവിടുന്ന് എങ്ങോട്ടേക്കാണ്? എക്സിൽ നിന്നും വൈയിലേക്കാണ് അല്ലെ. സോ എക്സിൽ നിന്ന് വൈയിലേക്കാണ് എങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സെറ്റ് യു ഉണ്ട് എങ്കിൽ നമ്മൾ ഓപ്പൺ ഇൻ വൈ എടുക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവും? ഇവിടെ എഫ് ഇൻവേഴ്സ് യു ഉണ്ടാവും വിച്ച് ഈസ് ഓപ്പൺ അല്ലെ. അവിടെ ഓപ്പൺ ആയിരിക്കും, അത് ഡെഫിനറ്റ്ലി ഓപ്പൺ ആയിരിക്കും. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിലേക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ ആൻഡ് 0 അതർവൈസ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. സോ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഫംഗ്ഷന്റെ പ്രീ ഇമേജ് ഇമേജസിൽ 1ഉം 0യും ഉണ്ട് അല്ലെ. ഇത് എക്സ്, ഇത് നമ്മൾക്ക് വൈ ആണ്. ഇവിടുന്ന് എങ്ങോട്ടേക്കൊക്കെയാണ് മാപ്പ് ചെയ്യുന്നത്? 1ലേക്കും 0യിലേക്കുമാണ് മാപ്പ് ചെയ്യുന്നത് അല്ലെ. സോ ഞാൻ എന്തെടുത്തു? 1ന്റെ പ്രീ ഇമേജ് എടുത്തു. ഓക്കെ, അപ്പൊ 1ന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രീ ഇമേജ്. കാരണം ആണ് നമ്മൾക്ക് എക്സ് ഈക്വൽ ടു ആണ്. വൈ എന്ന് പറയുന്നതും റിയൽ ലൈൻ ആണ്. അതായത് ആക്ച്വലി നമ്മൾക്ക് എഫ് എവിടുന്ന് എങ്ങോട്ടേക്കാണ്? ൽ നിന്നും ലേക്കാണ് അല്ലെ യൂഷ്വൽ. അപ്പോ ഇവിടെ നമ്മൾക്ക് എന്തായിരിക്കും? ഓപ്പൺ സെറ്റുകൾ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽസുകളായിരിക്കും അല്ലെ, ഓപ്പൺ എ ബികളായിരിക്കും. അപ്പോൾ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഞാൻ എടുക്കുകയാണ് വൈക്കകത്ത്. സോ 1ഉം 0യും ഉണ്ട്. സോ അപ്പൊ നമുക്ക് പല കണ്ടീഷൻസ് ഉണ്ടാവും. 1നെ കണ്ടെയ്ൻ ചെയ്യാം, 0നെ കണ്ടെയ്ൻ ചെയ്യാം, 2നെയും കണ്ടെയ്ൻ ചെയ്യാം, 1നെയും കണ്ടെയ്ൻ ചെയ്യാതിരിക്കാം അല്ലെ. ഇതൊക്കെ നമുക്ക് ആറിനകത്തുള്ള പോസിബിൾ എന്താണ്? ഓപ്പൺ സെറ്റുകളാണ്. സോ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്? ഒരു ഓപ്പൺ സെറ്റ് യു എടുക്കുകയാണ്. യു ഇസ് ആൻ ഓപ്പൺ സെറ്റ്. എന്താണ്? ഫസ്റ്റ്ലി ഞാൻ എടുക്കുന്നത് യു ഈസ് ഓപ്പൺ ഇൻ ആർ ആണ്. ആൻഡ് യു ഓപ്പൺ ഇൻ ആർ ആണ്. ആൻഡ് യു കണ്ടെയ്ൻസ് 1 എന്തിനകത്തുണ്ട്? യുക്കകത്തുണ്ട്. പക്ഷെ എന്തില്ല? 0 ഡസൻ ബിലോങ്സ് ടു എന്താണ്? യുക്കകത്ത് 0 ബിലോങ് ചെയ്യാത്ത ഒരു ഓപ്പൺ സെറ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, സോ 0 ഡസൻ ബിലോങ്സ് ടു യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് യു ഇസ് ഈക്വൽ ടു ഞാൻ ഡിഫൈൻ ചെയ്യുന്ന 0.5 ആൻഡ് 1.5 അല്ലെ. അപ്പൊ ഇതിനകത്ത് 0 ഇല്ല, പക്ഷെ 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എലമെന്റ് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് യു ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് ഓപ്പൺ 0.5 ആൻഡ് 1.5 അല്ലെ. സോ 0.5ഉം 1.5ലും അകത്ത് ആരാണുള്ളത്? 1 ആണുള്ളത്. അപ്പൊ 1ലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾ, 1ലേക്ക് ഇവിടുന്ന് മാപ്പ് ചെയ്യുന്നത് ആരിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ ക്യൂകളാണ് 1ലേക്ക് മാപ്പ് ചെയ്യുന്നത് അല്ലെ. സോ അപ്പൊ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എന്തായിരിക്കും? ക്യൂ ആയിരിക്കും അല്ലെ. കാരണം ക്യൂകളാണ് 1ലേക്ക് മാപ്പ് ചെയ്യുന്നത്. 1നെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതിന്റെ പ്രീ ഇമേജിൽ നമുക്ക് ആരാ ഉണ്ടാവുക? ക്യൂ അല്ലെ. സോ നമ്മൾക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ അപ്പൊ എഫ് ഇൻവേഴ്സ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന യു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെയുള്ള ഒരു ഓപ്പൺ സെറ്റ് ആണ്. സോ അതിന്റെ ഡെഫിനിറ്റ്ലി നമ്മൾക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ ക്യൂ നമ്മൾക്ക് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് എഫ് എന്ന് നമ്മളുടെ വീക്ക് ടോപ്പോളജി ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ഓപ്പൺ സെറ്റിലെ പ്രീ ഇമേജുകൾ ഓപ്പൺ ആയിരിക്കും. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ്. സോ അതിന്റെ പ്രീ ഇമേജ് ഞാൻ കണ്ടുപിടിച്ചു, വിച്ച് ഷുഡ് ബി ഓപ്പൺ. അപ്പൊ ഇവിടുന്ന് എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ക്യൂ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ. സോ ബാക്കിയുള്ളതിന്റെ പോസിബിലിറ്റീസും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? 0 ബിലോങ്സ് ടു യു ആവാം, 1 ഡസൻ ബിലോങ്സ് ടു യു ആവാം.
സോ അങ്ങനെയുള്ള ഒരു യു ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് 0നെ ബിലോങ് ചെയ്യണം 1നെ ബിലോങ് ചെയ്യരുത്. സോ -0.5 ആൻഡ് 0.5 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 0 ഉണ്ട്, പക്ഷെ 1 ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ദിസ് -0.5 ആൻഡ് 0.5 ആണ് വരിക. സോ അതിനകത്ത് ആരാ ഉള്ളത്? 0 ആണ് ഉള്ളത്. 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? R minus Q അല്ലെങ്കിൽ Q കോംപ്ലിമെന്റ് അല്ലെ. സോ ദിസ് വിൽ ബി R minus Q വിച്ച് ഇസ് Q കോംപ്ലിമെന്റുകളാണ്. Q കോംപ്ലിമെന്റുകളാണ് 0യിലേക്ക് മാപ്പ് ചെയ്യുക. ഇതിനകത്ത് ആരേ ഉള്ളൂ? 0യേ ഉള്ളൂ അല്ലെ. സോ ഇവിടെയുള്ള അടുത്ത ഓപ്പൺ സെറ്റ്, അപ്പൊ ഇതാണ്, ഇതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പൊ എനിക്ക് കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ എന്ന് ഞാൻ എഴുതുന്നു. സോ ഓപ്പൺ സെറ്റുകൾ എനിക്ക് എന്ത് കിട്ടി? Q കിട്ടി. നൗ എന്തുണ്ട്? Qയുടെ കോംപ്ലിമെന്റ് ഉണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ബിലോങ് ചെയ്യാം. 1 ബിലോങ്സ് ടു യു ആണ്, അതേപോലെ 0 ബിലോങ്സ് ടു യു ആണ്. അപ്പൊ ഇത് രണ്ടും ബിലോങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് 1 ബിലോങ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ Q അതിനകത്തുണ്ട്. 0 ബിലോങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്റും ഉണ്ട് അല്ലെ. സോ ദാറ്റ് ഇംപ്ലൈസ് എൻറ്റയർ R ആണ് നമ്മൾക്ക് ഇതിന്റെ ഇൻവേഴ്സ് വരിക. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തുണ്ട്? R എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. R എന്താണ്? ഓപ്പൺ. ഇനി നാലാമത്തെ ഒരു കണ്ടീഷനൂടെ ഉണ്ട്. ബോത്ത് 1 0 രണ്ടും ഡസൻ ബിലോങ്സ് ടു യു ആവാം അല്ലെ. കാരണം 0 അല്ലാത്ത ഞാൻ എടുക്കുന്നത് 1.5 to 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അവിടെ 0യും 1ഉം ബിലോങ് ചെയ്യുന്നില്ല അല്ലെ. സോ അങ്ങനെയാവുന്ന സമയത്ത് അതിന്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 0യും ബിലോങ് ചെയ്യുന്നില്ല, 1ഉം ബിലോങ് ചെയ്യുന്നില്ല ഇതിനകത്ത് അല്ലെ. ഞാൻ വൈക്കകത്താണ് ഇതൊക്കെ എടുക്കുന്നത്. ഓർക്കുക, വൈക്കകത്താണ് എലമെന്റ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതിനെന്തില്ല? ഇൻവേഴ്സ് ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് എംപ്റ്റി സെറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 5 കിട്ടും. സോ ഇത്രയാണ് ഇവിടെയുള്ള ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യുന്ന എലമെന്റ്സുകൾ അല്ലെ. സോ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽസ് എന്ന് പറയുന്നത് ഓപ്പൺ ആകുമോ? ഇല്ല. ക്യൂവും ക്യൂ കോംപ്ലിമെന്റ് ഇവിടെ ഓപ്പൺ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽസ് ഓപ്പൺ ആവില്ല. ഓപ്പൺ ഇന്റർവെൽ 0 1ഉം ഓപ്പൺ ആവില്ല. ഓൺലി ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത് ക്യൂ കോംപ്ലിമെന്റ് R ആൻഡ് എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾക്ക് ഓപ്പൺ സെറ്റുകൾ വരുന്നുണ്ടാവുക. ഓക്കെ. Next question, which of the following pairs of topological spaces are not homeomorphic എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് രണ്ട് ഫംഗ്ഷനുകൾ രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് എക്സും വൈയും ഹോമിയോമോർഫിക് ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്താ കിട്ടുക? ഹോമിയോമോർഫിക് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? there exist a continuous bijection നമുക്ക് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. കണ്ടിന്യൂസ് ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യും വിത്ത് കണ്ടിന്യൂസ് ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ. സോ ഹോമിയോമോർഫിസം പ്രിസർവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അത് രണ്ട് എക്സും വൈയും ഹോമിയോമോർഫിക് ആണ് എങ്കിൽ നമ്മൾക്ക് എല്ലാ പ്രോപ്പർട്ടീസും പ്രിസർവ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി പ്രിസർവ് ചെയ്യുന്ന, ഇപ്പൊ എക്സും വൈയും ഹോമിയോമോർഫിക് ആണ് എങ്കിൽ ഹോമിയോമോർഫിസം പ്രിസർവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? കോമ്പാക്ട്നെസ്. സോ എക്സും വൈയും ഹോമിയോമോർഫിക് ആണ് എങ്കിൽ എക്സ് കോമ്പാക്ട് ആണ് എങ്കിൽ വൈയും കോമ്പാക്ട് ആയിരിക്കും അല്ലെ. അതുപോലെ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്? ഒരു ഹോമിയോമോർഫിക് പ്രോപ്പർട്ടിയാണ്. ഹോമിയോമോർഫിസം പ്രിസർവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ. സോ വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമ്മൾക്ക് ഇവിടെ ഇത് രണ്ടും മതി, കോമ്പാക്ട്നെസ്സും കണക്റ്റഡ്നെസ്സും. ഇപ്പൊ കോമ്പാക്ട്നെസ് തന്നെ മതി, കാരണം നമ്മൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻസിലേക്ക് നോക്കാം അല്ലെ. ക്ലോസ്ഡ് 0 1 ആണ്. ക്ലോസ്ഡ് 0 1 ഈസ് കോമ്പാക്ട് അല്ലെ. യൂഷ്വൽ മെട്രിക്കിലാണ്, യൂഷ്വൽ ടോപ്പോളജി ആണ്. സോ 0 1 എന്ന് പറയുന്നത് കോമ്പാക്ട് ആണ്, ക്ലോസ്ഡും ബൗണ്ടഡും ആണ് അല്ലെ. പക്ഷെ R എന്ന് പറയുന്നത് ഇൻ യൂഷ്വൽ മെട്രിക് നോട്ട് കോമ്പാക്ട് അല്ലെ, കോമ്പാക്ട് അല്ല. സോ നമുക്ക് ഇത് രണ്ടും എന്താവില്ല? ഹോമിയോമോർഫിക് ആവില്ല. ഹോമിയോമോർഫിക് അല്ലാത്തത് ഏതെന്നേ ചോദിച്ചിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ തന്നെ ആണ് ഹോമിയോമോർഫിക് അല്ലാത്തത്. അപ്പൊ ബാക്കിയുള്ളതിനെ നോക്കാം. ഓപ്ഷൻ ബി 0 1ഉം 0 2 ആണ് അല്ലെ. സോ അതിന് എനിക്ക് ഹോമിയോമോർഫിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് ബൈജെക്ഷൻ ഫ്രം
x2y 0 1ൽ നിന്നും 0 2ലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ ആയിരിക്കും അത് അല്ലെ. സോ അതെന്താണ് ഹോമിയോമോർഫിക്. ഇനി 0 1ഉം 6ഉം ആണ് എടുക്കുന്നത് അല്ലെ. 0 1ൽ നിന്നും 6ലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് -π/2 പ്ലസ് πt എന്നെടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് പൈ എക്സ് അല്ലെ. പൈ എക്സ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹോമിയോമോർഫിസം ഫ്രം 0 1ൽ നിന്നും 6ലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ ആയിരിക്കും. സോ ഇത് രണ്ടും നമ്മൾക്ക് എന്ത് പറയാം, അത് ഹോമിയോമോർഫിക് ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് 0 1 ആൻഡ് 0 ഇൻഫിനിറ്റി. അവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x എടുത്താൽ മതി അല്ലെ. അതിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക, 0 1നെ 0 ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബാക്കി എല്ലാ ഓപ്ഷൻസിലും എനിക്ക് ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദേ ഓൾ ആർ എന്തായിരിക്കും, ഹോമിയോമോർഫിക് ആയിരിക്കും. സോ നമ്മൾ ഓപ്ഷൻ എയിൽ നമ്മൾ കൗണ്ടർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഹോമിയോമോർഫിസം പ്രിസർവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോമ്പാക്ട്നെസ് എന്ന് പറയുന്നത്. സോ കോമ്പാക്ട് എന്ന് പറയുന്നത് കോമ്പാക്റ്റിലേക്കായിരിക്കും നമുക്ക് എന്താവുന്നത്, ഹോമിയോമോർഫിക് ആവുന്നത്. പക്ഷെ ഇത് രണ്ടും എന്തല്ല, ഒന്ന് കോമ്പാക്റ്റ് ആണ്, ഒന്ന് കോമ്പാക്റ്റ് അല്ലാത്ത ഒരു സെറ്റ് ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ബനാക് സ്പേസ്. ബനാക് സ്പേസ് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു സ്പേസ് എപ്പോഴാണ് ബനാക് സ്പേസ് ആവുന്നത്, എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ബനാക് സ്പേസ് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, സോ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ് ആണോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യണം. സോ ഇത് കംപ്ലീറ്റ് ആണ് എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് അവിടെ എന്താ, കംപ്ലീറ്റ്നെസ് ഇംപ്ലൈസ് എവറി കോഷി സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് ഇൻ ദാറ്റ് സ്പേസ് അല്ലെ. കോഷി സീക്വൻസ് ഇസ് കൺവേർജന്റ് എന്ന് പറയാം. സോ ഓരോ സ്പേസസ് ആയിട്ട് നോക്കാം. സോ ഓപ്ഷൻ എയിൽ k പവർ n ആണ് അല്ലെ. സോ അതിന്റെ ഡയമെൻഷൻ ഇസ് ഫൈനൈറ്റ് അല്ലെ. ഡയമെൻഷൻ ഫൈനൈറ്റ് ആണ്. സോ ഇവിടെ ഒരു ഫൈനൈറ്റ് n ഡയമെൻഷണൽ സ്പേസ് ആണ് kn എന്ന് പറയുന്നത്. സോ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണ് എങ്കിൽ ഇംപ്ലൈസ് അത് ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ് എങ്കിൽ ദാറ്റ് സ്പേസ് ഈസ് കംപ്ലീറ്റ്. സോ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് എ ബനാക് സ്പേസ്. ഇത് ബനാക് സ്പേസ് ആണ്, നമ്മൾക്ക് നോട്ട് ബനാക് സ്പേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ kn എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ്. സോ ഓപ്ഷൻ ബി LP സ്പേസ്. സോ LP സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, നോം p ഓഫ് x എന്ന് പറയുന്നത് ഈസ് ദി സമ്മേഷൻ ഓഫ് മോഡ് xn റേസ് ടു p ഹോൾ റേസ് ടു 1/p അല്ലെ. സോ ഇത് നമ്മൾക്ക് എന്താണ്, ദിസ് ഇസ് ഓൾസോ കംപ്ലീറ്റ്. LP സ്പേസുകളൊക്കെ കംപ്ലീറ്റ് സ്പേസുകളാണ് അല്ലെ. ഇനി സിയിലേക്ക് വരാം. സി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഓഫ് ഓൾ എന്താണ്, കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് വിത്ത് ഫൈനൈറ്റ്ലി മെനി എന്തായിരിക്കും, നോൺ സീറോ ടേംസ് അല്ലെ. അതിനെയാണ് നമ്മൾ സി നോട്ട് വിളിക്കുന്നത്. ഈസ് ദി സീക്വൻസ് വിത്ത് ഫൈനൈറ്റ്ലി മെനി നോൺ സീറോ ടേംസ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഞാൻ x എന്ന് y1 എന്ന് പറയുന്നത് 1 0 0 1 കഴിഞ്ഞ് ബാക്കിയെല്ലാം 0 ആണ് എന്നെടുത്തു. ദാറ്റ് ബിലോങ്സ് ടു ഇതിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. y2 ഇസ് ഈക്വൽ ടു 1 1/2 ദെൻ ബാക്കിയെല്ലാം 0 ആണ്, അത് ബിലോങ് ചെയ്യും. അതായത് ഫൈനൈറ്റ്ലി മെനി നോൺ സീറോയെ ടേംസ് എക്സിസ്റ്റ് ചെയ്യാവുള്ളൂ അല്ലെ. സോ ഞാൻ yn എന്നെടുക്കുന്നത് 1 1/2 എക്സെട്ര 1/n പിന്നെ ബാക്കിയെല്ലാം 0 അല്ലെ, ഇതും ബിലോങ് ചെയ്യും. പക്ഷെ ഈ സീക്വൻസ് y1 y2 എക്സെട്ര yn എക്സെട്ര എന്ന് പറയുന്നത് നമുക്ക് എന്തിലേക്കാ മൂവ് ചെയ്യാം, 1 1/2 1/3 എക്സെട്രയിലേക്കാണ് പോവുക. അപ്പൊ അവിടെ 0 എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെ. പക്ഷെ സപ്പോസ് ദിസ് ഇസ് ഒരു xn എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ xn doesn't belongs to C അല്ലെ. സോ ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് ഓഫ് സം yn, ഒരു സീക്വൻസ് yn ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു x ആണ്, ആൻഡ് x doesn't belongs to this. സോ ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതുകൊണ്ട് നമുക്ക് എന്താവില്ല, ഈ സ്പേസ് കംപ്ലീറ്റ് ആവില്ല
അല്ലേ? സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് കംപ്ലീറ്റ് ആവാത്തത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എൽ പി ആണ് അല്ലെ? എൽ പിനകത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് പി ഇന്റഗ്രബിൾ ആണ് അവിടെയുള്ള ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ ഇ എഫ് ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് റേസ് ടു പി ഡി എക്സ് ആണ്. ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് ഇതെന്താണ്? ദിസ് ഇസ് കംപ്ലീറ്റ് അല്ലെ? അഗെയിൻ എൽ പി സ്പേസുകൾ നമ്മൾക്ക് എന്താണ്? കംപ്ലീറ്റ് ആണ്. സോ സി നോട്ട് മാത്രമാണ് നമ്മൾക്ക് കംപ്ലീറ്റ് അല്ലാത്തത്, അതായത് കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ് അല്ലാത്തത് അല്ലെ? സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരിക. Next question, choose the correct statement from among the following. The supremum norm on CAB comes from an inner product. Then CAB is not complete with respect to the supremum norm. CAB is complete with respect to 2 norm and CAB is complete with respect to supremum. Okay, so either C or B ആണ്, കാരണം നേരെ ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് അതർ ആണ് അല്ലെ? സോ ബിയും എയും സിയും ട്രൂ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല അല്ലെ? നെക്സ്റ്റ് നോക്കാം, സുപ്രീമം നോം ഓൺ CAB ആണ്. സുപ്രീമം നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോം ഇൻഫിനിറ്റി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ഇസ് ദി സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കും? എക്സ് ബിലോങ്സ് ടു CAB ആണ്. സോ എക്സ് ബിലോങ്സ് ടു AB ആയിരിക്കും അല്ലെ? ഇതാണ് സുപ്രീമം നോം എന്ന് പറയുന്നത്. സോ ഒരു സുപ്രീമം നോം ഒരു നോം ഇന്നർ പ്രൊഡക്റ്റിൽ നിന്നും വരണമെങ്കിൽ ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് പാരലലോഗ്രാം ലോ. സോ പാരലലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്താവുള്ളൂ? അതൊരു ഇന്നർ പ്രൊഡക്റ്റിൽ നിന്നും വരുന്നുണ്ടാവും, കംസ് ഫ്രം എൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് സുപ്രീമം ലോ എന്ത് ചെയ്യില്ല, സുപ്രീമം നോം പാരലലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് നോട്ട് ഡസ് നോട്ട് കംസ് ഫ്രം എന്തായിരിക്കും? ഒരു സുപ്രീമം ഇന്നർ പ്രോഡക്റ്റിൽ നിന്നും എന്തല്ല വരുന്നതല്ല എന്ന് പറയാം. ഓക്കെ, സോ ഓപ്ഷൻ എ നമുക്ക് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്കുള്ളത് CAB എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു സുപ്രീമം നോം ഓർ വിത്ത് റെസ്പെക്ട് ടു 2 നോം. ഏതിലാണിത് കംപ്ലീറ്റ് ആവുന്നത്? ദിസ് CAB എന്ന് പറയുന്നത് വിൽ ബി കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു സുപ്രീമം നോം. സോ സുപ്രീമം നോമില് നമുക്ക് എന്തായിരിക്കും? അത് നമ്മൾക്ക് സുപ്രീമം നോമില് കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ 2 നോമില് അതെന്തായിരിക്കില്ല? കംപ്ലീറ്റ് ആയിരിക്കില്ല. സോ നമ്മൾക്ക് ഓപ്ഷൻ നമ്മൾക്ക് വരുന്നത് ദിസ് ഇസ് ഫോൾസ് അല്ലെ? സോ സുപ്രീമമില് നമ്മൾക്ക് എന്ത് വരും? അവിടെ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി കോഷി സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് അല്ലെ? എവറി കോഷി സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആയിരിക്കണം അല്ലെ? സോ CABകൾ വിൽ ബി വിത്ത് സുപ്രീമം നോം വിൽ ബി കംപ്ലീറ്റ് എന്ന് പറയാം. സോ ഓപ്ഷൻ ബി ഫോൾസ് ആയി, കാരണം ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ് എന്നാണ് ഓപ്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. Next question, let x is equal to C3 be the normed linear space with norm 2 norm. ഓക്കെ, എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് എക്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അങ്ങനെയാണെങ്കിൽ എഫ് ക്ലോസ്ഡ്, കണ്ടിന്യൂസ്, ഓപ്പൺ, ഇത് മൂന്നുമാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? സോ എഫ് എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെന്റേഷൻ എനിക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുക? എക്സിന്റെ കോഎഫിഷ്യൻസുകൾ എഴുതുക. സോ 1 1 1, ദെൻ വൈയുടെ കോഎഫിഷ്യന്റ് വരുമ്പോൾ 0 1 1, സെഡിൻ്റെത് 0 0 1 അല്ലെ? ഇൻറ്റു എക്സ് വൈ സെഡ് എന്നുള്ളതാണ് നമ്മുടെ എന്ത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെ? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്താണ്? ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് അല്ലെ? സോ വി ഹാവ് എ ലീനിയർ ഓപ്പറേറ്റർ. അപ്പൊ ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഇഫ് എഫിന്റെ ഡിറ്റർമിനന്റ് കണ്ടുവെക്കുക. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 1, സോ നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എഫ് എന്താണ്? ഇൻവെർട്ടിബിളും ആണ് അല്ലെ? സോ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് എ ഇൻവെർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റർ അല്ലെ? സോ ലീനിയർ മാപ്പ് ബിറ്റ്വീൻ ആൻഡ് സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ് അല്ലെ? സോ ഫൈനൈറ്റ് ഡയമെൻഷനൽ ആയി, ലീനിയർ ഓപ്പറേറ്റർ ആയി അല്ലെ? സോ ദിസ് ലീനിയർ മാപ്പ് ബിറ്റ്വീൻ ഫൈനൈറ്റ് ഡയമെൻഷനൽ നോംഡ് സ്പേസ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് അല്ലെ? സോ ദാറ്റ് ഈസ്
വി ക്യാൻ സേ ലീനിയർ മാപ്പ് ആണ്. ആൻഡ് ബിറ്റ്വീൻ നമുക്ക് എന്ത് കിട്ടി എന്ന് പറയുന്നത് എഫ് എക്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. സോ ബിറ്റ്വീൻ ഫൈനൈറ്റ് ഡയമെൻഷനൽ നോംഡ് സ്പേസുകളാണ് അല്ലെ. സോ നോംഡ് സ്പേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും. സോ എഫ് നമ്മൾക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾക്ക് കിട്ടി അല്ലെ. സോ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾക്ക് എന്ത് ചെക്ക് ചെയ്യണം, ഓപ്പൺനെസ് ചെക്ക് ചെയ്യണം. സോ ഓപ്പൺ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവെർട്ടിബിൾ ആണ് എന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ എഫ് ഇൻവെർട്ടിബിൾ ആണ് മീൻസ് നമുക്ക് എന്താണ്, ദർ ഇസ് എ ബൈജെക്ഷൻ അല്ലെ. സോ കണ്ടിന്യൂസ് ബൈജെക്ഷനും അല്ല, എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ എന്തുണ്ട്, അവിടെ ഒരു കണ്ടിന്യൂസ് ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ എ ബൈജക്റ്റീവ് കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ആണ് അല്ലെ, ഓൺ ആൻഡ് ഫൈനൈറ്റ് ഡയമെൻഷനൽ സ്പേസ് അല്ലെ. സോ ഡെഫിനറ്റ്ലി അതിന്റെ ഇൻവേഴ്സിനും നമ്മൾക്ക് എന്തായിരിക്കും, ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് ഇൻവേഴ്സ് എന്ന് നമ്മൾക്ക് പറയാം. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്തായിരിക്കും, അത് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് എങ്ങനെ പോയെ, എഫ് കണ്ടിന്യൂസ് ആണ്, ബൈജക്റ്റീവ് ആണ്. സോ കണ്ടിന്യൂസ് ബൈജക്ഷൻ ആണ്. സോ അതിന്റെ ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും. സോ നമുക്ക് ദിസ് ഇസ് ആൻ ഓപ്പൺ മാപ്പിംഗ് എന്ന് നമ്മൾക്ക് പറയാം. ഇനി ക്ലോസ്നെസ് ആണ് അല്ലെ. സോ ക്ലോസ്നെസ് പറയാനായിട്ട് നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ആണ് അല്ലെ. എഫ് എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ആൻഡ് ദിസ് സി ഈസ് എ Banach space അല്ലെ. സോ കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ബിറ്റ്വീൻ Banach സ്പേസസ് ആണ് അല്ലെ. സോ അപ്പോൾ Banach സ്പേസിന്റെ ബിറ്റ്വീൻ നമ്മൾക്ക് എന്താണുള്ളത്, കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ. സോ ദാറ്റ് ഈസ് അഗെയിൻ ക്ലോസ് ടു ആണ്. സോ ഓപ്പണും ആണ്, ഓപ്പൺനെസ് ഓപ്പൺ, കണ്ടിന്യൂസ് ക്ലോസ് ടു ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് ടോപ്പോളജി, നമ്പർ തിയറി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ബാച്ചസിനെ ഒന്ന് പരിചയപ്പെടുത്താം. മാക്സിയോന്റെ 30 days ബാച്ച് എക്സാം സീരീസിനകത്ത് നമുക്ക് 2 ടൈപ്പ് ബാച്ചസ് ആണുള്ളത്. രണ്ടില് നമ്മൾക്ക് 30 days എക്സാംസ് ആണ്. സോ ഒന്നില് നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വിത്ത് മെന്റർ സപ്പോർട്ട് ആൻഡ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളായിരിക്കും. ദെൻ വിത്തൗട്ട് സൊല്യൂഷൻ വീഡിയോസും മെന്റർ സപ്പോർട്ടും ഇല്ലാതെ ജസ്റ്റ് എക്സാംസ് മാത്രം മതി എന്നുള്ള ബാച്ചിനെയാണ് നമ്മൾ സ്പ്രിന്റ് ബാച്ച് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.